മൊബൈൽ ഫോണിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ബാങ്കിൻ്റെ സമയം അറിയാൻ സൗകര്യമുള്ള ഈ കാലത്ത് നമ്മൾ അതാണോ നോമ്പ് തുറക്കാനും അത്തായത്തിനും മറ്റ് ബാങ്കിനുമൊക്കെ പിൻപറ്റേണ്ടത്? അതല്ല കലണ്ടറിലുള്ള സമയമാണോ? സമീപ പ്രദേശങ്ങളിലുള്ള പള്ളികളിലെല്ലാം കലണ്ടറിൽ കോഴിക്കോട് സമയമാണ് അടിസ്ഥാനമാക്കുന്നത്. കലണ്ടർ 4 സ്ഥലങ്ങളുടെ സമയം മാത്രമാണുള്ളത്. ഇതും നമ്മുടെ മൊബൈൽ ഫോണിലെ സമയം ചെറിയ സമയ വ്യത്യാസം വരുന്നു. അപ്പോൾ ഏതാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ശ്രോതാവിൻ്റെ സംശയം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കലണ്ടറിലുള്ള സമയവും നമ്മുടെ ഫോണിൽ നമ്മൾ നിൽക്കുന്ന ആ ലൊക്കേഷൻ കാണിച്ചു കൊടുത്താൽ കിട്ടുന്ന സമയവും തമ്മിൽ 1/2 മിനിറ്റ് 1 മിനിറ്റ് അത്രയൊക്കെ വ്യത്യാസങ്ങൾ കാണും. ഇപ്പോ തിരുവനന്തപുരവും അതുപോലെ തന്നെ കോഴിക്കോടും തമ്മിൽ, അതല്ലെങ്കിൽ കാസർഗോഡും കോഴിക്കോടും തമ്മിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തീരെ വ്യത്യാസം ഉണ്ടാകില്ല, ചിലപ്പോൾ 1 മിനിറ്റിന്റെ 1/2 മിനിറ്റിന്റെ ഒക്കെ വ്യത്യാസമേ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ഒരു പഠനത്തിന് വിധേയമാക്കിയതിനു ശേഷം ഒരു മുസ്ലിം സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംഘടന ഒക്കെ നടത്തുന്ന ഒരു കലണ്ടർ ആണെങ്കിൽ, അവർ ഇറക്കിയിട്ടുള്ള ഒരു കലണ്ടർ ആണ് എങ്കിൽ, വെറും ഒരു ഗൂഗിളിനെ മാത്രം അവലംബിക്കാതെ ഇവർ ഒരു പഠനത്തിന് വിധേയമായിക്കൊണ്ട് ഇറക്കിയതായതുകൊണ്ട് നമ്മുടെ കലണ്ടറിനെ തന്നെ അവലംബിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ഇബാദത്തുകൾക്ക് സൂക്ഷ്മത എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ കലണ്ടറുകളൊക്കെ ഇറക്കുമ്പോൾ പ്രധാനപ്പെട്ട സംഘടനകളാകട്ടെ അതല്ലെങ്കിൽ സ്ഥാപനങ്ങളാകട്ടെ, അവർ നമസ്കാര സമയത്തെ പറ്റി പ്രധാനമായി പഠിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെ ഏൽപ്പിക്കുകയും അവർ ഗോളശാസ്ത്ര നിയമങ്ങളും മറ്റുമൊക്കെ പഠിച്ച ആളുകൾ എന്ന നിലക്ക് അത് വെച്ചുകൊണ്ട് അവർ ഒരു പഠന വിധേയമാക്കിയിട്ട് മാത്രമാണ് കലണ്ടറിൽ സമയ വ്യത്യാസങ്ങൾ അടയാളപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് അത്തരം കലണ്ടറുകളെ അവലംബിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സൂക്ഷ്മത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം.